സിബിൻ പുറത്താവാൻ കാരണം അവൻ ജാസ്മിൻ, ഗബ്രി എന്നിവരിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയി. അങ്ങനെയല്ല വേണ്ടത്. ബിഗ് ബോസിന്റെ അകത്ത് എല്ലാവരെയും ടാർഗറ്റ് ചെയ്യണം. പക്ഷെ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഈ സീസണിലെ ജിൻഡോയിലാണ്. പക്ഷെ അയാൾക്ക് കൂടുതൽ സ്പേസും ഉണ്ടാക്കി കൊടുക്കരുത്. അയാളെ പ്രോപ്പറായിട്ട് എക്സ്പോസ് ചെയ്ത് വിടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ പോസിറ്റീവ് ആവത്തുള്ളൂ, അല്ലെങ്കിൽ നെഗറ്റീവ് ആവും. ഞാൻ ടോപ്പ് 5 തരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇത്രയും സമയം ഞാൻ ഒബ്സർവ് ചെയ്യുന്നത്. പയ്യെ കളിയിലേക്ക് ഞാൻ ഇറങ്ങും. സിജോ ഇന്നലെ ശരണ്യോട് പറഞ്ഞു കേട്ടൊരു കാര്യമാണ്. സിജോയുടെ കള്ളക്കളി പുള്ളി തന്നെ പൊളിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയുള്ള ഒരു കോൺവെർസേഷനിൽ ഏർപ്പെട്ട ഷോയിലേക്ക് തിരിച്ചു കയറ്റി ടോപ്പ് 5 കയറ്റിയില്ലെങ്കിൽ ഈ ഷോയ്ക്കെതിരെ കേസ് കൊടുക്കുമെന്ന് സിജോ അണിയറ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി എന്ന് പുള്ളി തന്നെ പറയാതെ പറയുകയാണ് ചെയ്തത്. സിജോയുടെ നാവിൽ നിന്ന് തന്നെ ഇത് വീണ് കിട്ടാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. അല്ല, സിബിൻ പുറത്താണുള്ള കാരണം എങ്ങനെയാണ് സിജോയ്ക്ക് അറിയാവുന്നത്? സിജോ എന്താ ഈ ഷോ കാണുന്നുണ്ടായിരുന്നു അത്രയും സമയവും? ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞിട്ട് ഈ ഷോ കണ്ടോണ്ടിരിക്കുകയാണോ? കണ്ടില്ല എന്ന് നടിച്ചതാണോ? അല്ല, സിജോയുടെ കാര്യം ഫുൾ ദുരൂഹതയാണ് കേട്ടോ. എനിക്ക് നല്ല സംശയമുണ്ട്. പുള്ളി ഈ സീസണിനെ കപ്പ് എടുത്താലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അത് വെച്ചിട്ടും ചിലപ്പോൾ ബാർഗെയിൻ ചെയ്തിട്ടുണ്ടാവും സിജോ. അതിനും മടിയില്ലാത്ത ഒരാളാണ്. ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും ശരണ്യോട് ഈ രീതിയിൽ സിജോ സംസാരിച്ചു എന്നുള്ളത് ഇന്നലെ ലൈവ് കണ്ടവർക്ക് അറിയാം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.